ഹായ്, മിന്നൂസ്കറിവേഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മധുര പലഹാരമാണ്. റവ വെച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു മധുര പലഹാരം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1 കപ്പ് റവ. ഈ റവ ഞാൻ എടുത്തേക്കുന്നത് അളവ് കപ്പിനാണ് എടുത്തേക്കുന്നത്. നിങ്ങൾ ഏത് കപ്പ് എടുക്കുന്നോ ആ കപ്പിൻ്റെ തന്നെ അളവെടുത്താൽ മതി. ബാക്കിയുള്ള സാധനങ്ങൾ 1 കപ്പ് റവ, ആ കപ്പിൻ്റെ അളവിന് തന്നെ 1 കപ്പ് പഞ്ചസാര, 2 കപ്പ് വെള്ളം, 2-3 ടീസ്പൂണ് നെയ്യ്, ഒരു 3-4 സ്പൂണ് പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ചെടുത്തത്. ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇതിനാവശ്യമായിട്ട് വേണം. വറുത്ത റവയായാലും വറുക്കാത്ത റവയായാലും കുഴപ്പമൊന്നുമില്ല. ഏത് റവയായാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല ഇതുണ്ടാക്കുന്നതിന്. 1.5 കപ്പ് വെള്ളം അളന്നൊഴിക്കുക. ആ വെള്ളത്തിലേക്ക് തന്നെ 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. 1 കപ്പ് പഞ്ചസാരയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിൽ നിന്ന് പകുതി പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1 സ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക വെള്ളത്തിലേക്ക്. അത് കഴിഞ്ഞ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന റവ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുക. ആ സമയത്തെല്ലാം നമ്മൾ തീ വളരെ കുറച്ച് വെച്ചേക്കണം. കാരണം പെട്ടെന്ന് ഇതങ്ങ് വെള്ളം വറ്റിപ്പോകും. അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇതേപോലെ തീ വളരെ കുറച്ച് വെച്ചിട്ട് മെല്ലെ ഇളക്കി കൊടുക്കണം. 1-2 മിനിറ്റിനുള്ളിൽ ഇത് നല്ലപോലെ വെള്ളമൊക്കെ വലിഞ്ഞ് നല്ല ഡ്രൈ ആയിട്ട് വരും. ഒരുവിധം കുഴമ്പ് രൂപത്തിലായി വരും. അതിനുശേഷം വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഈ കാണുന്നത് പോലെ ആയി വരണം. വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് ഒരു കുഴമ്പ് പോലെ ആയി വന്നിട്ടുണ്ട്. ഇതേപോലെ ഇരിക്കണം. ഇതിൻ്റെ വലിയ ചൂടൊന്ന് മാറുന്നതിന് വേണ്ടി മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇനി ഇത് നമുക്ക് കയ്യിൽ പിടിക്കാവുന്ന ചൂടിൽ ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കാം. അതിനുവേണ്ടി കയ്യിൽ പറ്റാതിരിക്കാൻ വേണ്ടി നമുക്ക് ഒരിച്ചിരി നെയ്യെടുത്ത് കയ്യിലൊന്ന് തടകിയതിന് ശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കണം. ഇതേപോലെ ചെറിയ ബോൾസാക്കി ക്രാക്കുകൾ വീഴാതെ എടുക്കണം. ഈ സമയത്ത് ഇങ്ങനെ ഉരുട്ടുന്ന സമയത്ത് മാക്സിമം ക്രാക്കുകൾ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഇനി നമ്മളിത് എണ്ണയ്ക്കകത്തിട്ട് വറുത്തെടുക്കാനുള്ളതാണ്. ഇപ്പോഴേ ക്രാക്കുകൾ വീണാൽ ആ എണ്ണയ്ക്കകത്തിടുമ്പം ഇതങ്ങ് പൊട്ടിപ്പോവും. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇതേപോലെ എല്ലാം നമുക്ക് ഉരുട്ടിയെടുക്കാം. ഈ സമയത്തൊക്കെ നമുക്ക് കയ്യിൽ വെക്കാവുന്ന ചൂടേ ഉണ്ടാകത്തുള്ളൂ. വലിയ ചൂടൊന്നും ഉണ്ടാകത്തില്ല. ലാസ്റ്റായി വരുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ട് ഇത് തണുത്തിട്ടുണ്ടാവും. ഇത്രയും ബോൾസ് നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. ചൂടായ പാനിലേക്ക് വറുത്തെടുക്കുന്നതിന് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനത്തെ പാത്രം തന്നെ വേണമെന്നില്ല. എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനിതെടുത്തത്. കാരണം മറ്റേ കുഴിയുള്ള ചീൻചട്ടിയൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലതാണ്. തീ കയറാതിരുന്നാൽ മാത്രം മതി. ഇച്ചിരി കട്ടിയുള്ള പാത്രമാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പം നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഈ ചൂടായ എണ്ണയിലേക്ക് ഓരോ ബോൾസായിട്ട് ഇട്ട് കൊടുക്കാം. ഈ പാത്രത്തിലേക്ക് ഒരു സമയത്ത് തന്നെ ഒരു 8-10 എണ്ണം കിടക്കും. നിങ്ങളുടെ പാത്രം അനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഒരു 5 മിനിറ്റിനുള്ളിൽ ഇതിൻ്റെ കളറൊക്കെ മാറി നല്ല പാകത്തിന് ഫ്രൈ ആയി വരും. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും ഇതിൻ്റെ ചെറുതായിട്ട് കളറൊക്കെ മാറി വരുന്നത്. ഈ സമയത്ത് നമ്മൾ ചെറിയ ക്രാക്കുകളൊക്കെ അതിനകത്ത് വീണിട്ടുണ്ടാവും. അതൊന്നും കുഴപ്പമില്ല. പൊട്ടിപ്പോകാതെ ഇരുന്നാൽ മാത്രം മതി. ഈ ഒരു പരുവത്തിൽ ഇത് കോരിയെടുക്കണം. ഇങ്ങനെ തന്നെ കഴിക്കാൻ ടേസ്റ്റിയാണ് ഇത്. പിന്നെ നമ്മളിനി ബാക്കിയും കൂടെ ചെയ്ത് കഴിയുമ്പം കുറച്ചും കൂടെ ടേസ്റ്റിയാവും. കുട്ടികൾക്കൊക്കെ കഴിക്കാനായിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മധുര പലഹാരമാണ്. ആദ്യത്തെ ബാച്ച് ഞാൻ കോരിയെടുത്ത് വീണ്ടും ഞാൻ അടുത്ത 2 ബാച്ചായിട്ട്
ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ മൊത്തവും ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അതിനു വേണ്ടി നമ്മൾ 1 കപ്പ് പഞ്ചസാരയായിരുന്നല്ലോ എടുത്തത്. ആദ്യം ഒരു 1/2 കപ്പ് ഉപയോഗിച്ചു. ഇനി ബാക്കി അതിൻ്റെ 1/2 കപ്പ് ഇരിപ്പുണ്ട്. അതിനി നമുക്ക് ഇത് പഞ്ചസാര പാനിയാക്കി എടുക്കാം. ഇനി നമുക്ക് മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ച് ബാക്കിയിരിക്കുന്ന പഞ്ചസാര, അതായത് 1 കപ്പ് പഞ്ചസാരയിൽ 1/2 കപ്പ് നമ്മൾ ഉപയോഗിച്ച് ഇനി 1/2 കപ്പ് പഞ്ചസാരയുണ്ട്. അതും 1/2 കപ്പ് വെള്ളവും കൂടെ, 2 കപ്പ് വെള്ളമായിരുന്നു നമ്മൾ എടുത്തു വെച്ചിരുന്നത്. അതിൽ 1/2 കപ്പ് ഉപയോഗിച്ച് 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നല്ലതുപോലെ തിളപ്പിക്കുക. ഒരു നൂൽ പാകം ആകുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബോൾസ് ഇതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ബോൾസ് ഇട്ട് കൊടുത്ത് 2 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നല്ലതുപോലെ പിടിക്കാൻ തുടങ്ങും. ആ സമയത്ത് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കയും പഞ്ചസാരയും കൂടെ ഉള്ള ആ പൊടി ഇതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കണം. കാരണം അത് വിതറി കൊടുത്തില്ലെങ്കിൽ ഇതെല്ലാം കൂടെ അങ്ങ് പിടിച്ചു പോകും. പിന്നെ നമുക്ക് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഇത് ഇങ്ങനെ വിതറി കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒന്നേലൊന്നേ തൊടാതെ ഇങ്ങനെ നല്ല വൃത്തിയായിട്ടിരിക്കും. നമുക്ക് ക്രിസ്പി ആയിട്ടിരിക്കുകയും ചെയ്യും. നമുക്ക് 1-2 ദിവസം ഇത് കുപ്പിയിൽ അടച്ചു വെച്ചിരുന്ന് ഉപയോഗിക്കാം. ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു മധുര പലഹാരമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു വട്ടമെങ്കിലും. ഇതാണ് ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ്. ഇതേപോലെ ഇരിക്കണം. ഒന്നേലൊന്നേ തൊടാതെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. എന്നാൽ ഒത്തിരി അങ്ങ് ക്രിസ്പിയൊന്നുമല്ല. നമുക്ക് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന വിധത്തിൽ, വലിയവർക്കും കഴിക്കാൻ. വലിയ മധുരമൊന്നും ഇല്ല. ഈ കാണുന്ന കൂട്ടത്ത് ചെറിയ ഒരു മധുരമൊക്കെ ഉള്ളൂ. ചായയുടെ കൂടെ കഴിക്കാൻ നല്ലൊരു 4 മണി പലഹാരമാണ്. താങ്ക് യു.